സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ മറവിൽ സർക്കാരിനുള്ളത് സാമ്പത്തിക താൽപര്യം മാത്രമെന്ന് എൻസിപി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി വ്യക്തമാക്കി. ഒരു കാലത്ത് സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നപ്പോൾ അതിന് മങ്ങലേൽപ്പിച്ചത് ഇന്നത്തെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരായിരുന്നു. ഒരിക്കൽ തള്ളിപ്പറഞ്ഞ വികസന മുന്നേറ്റങ്ങളെ പിന്നീട് ഒരിക്കൽ അംഗീകരിക്കേണ്ടി വരുന്ന സിപിഎമ്മിന്റെ നിലപാട് വ്യതിയാനം സ്വകാര്യ സർവകലാശാലകളുടെ വിഷയത്തിലും പ്രകടമാണ്. വിദ്യാഭ്യാസ രംഗത്തിന്റെ സമൂലമായ മുന്നേറ്റമൊന്നുമല്ല സർക്കാരിന്റെ ലക്ഷ്യം, മറിച്ച് സാമ്പത്തിക താൽപര്യങ്ങൾ മാത്രമാണ്. സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് 25 കോടി രൂപ സർക്കാരിന് നൽകേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ 100 കണക്കിന് സർവകലാശാലകൾ കേരളത്തിൽ വേരുറപ്പിക്കുവാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. അങ്ങനെ വരുമ്പോൾ സർക്കാരിന് ഭീമമായ ഒരു തുക ലഭിക്കുന്നുണ്ട്. ഇതിനപ്പുറവും പിന്നാമ്പുറങ്ങളിലും സാമ്പത്തിക ഇടപാടുകൾ നടക്കുമെന്നതിൽ സംശയമില്ല. സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾക്ക് അനുസൃതമായല്ല ഈ സർവകലാശാലകളുടെ പ്രവർത്തനമെങ്കിൽ തുടക്കത്തിൽ അടയ്ക്കുന്ന തുക സർക്കാരിന് തിരികെ നൽകേണ്ടതായി പോലും വരുന്നില്ല. വിദേശ സർവകലാശാലകളുടെ അംഗീകാരത്തോടു കൂടി അവിടുത്തെ ഉന്നത നിലവാരത്തിലുള്ള കോഴ്സുകൾ ഇവിടെ തന്നെ നിലവിലുള്ള സർവകലാശാലകൾക്കും സ്വയംഭരണ കോളേജുകൾക്കും നടത്തുവാൻ കഴിയുന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുവാനാണ് ലക്ഷ്യമെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടിരുന്നത്. മുൻപ് സ്വാശ്രയ കോളേജുകൾക്ക് കേരളത്തിൽ അനുമതി നൽകിയപ്പോൾ ഒട്ടേറെ എഞ്ചിനീയറിംഗ് കോളേജുകൾ അടക്കം പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ അന്ന് തുടങ്ങിയതിൽ ഭൂരിഭാഗം കോളേജുകളും പൂട്ടിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അന്നും സ്വാശ്രയ കോളേജുകളുടെ മറവിൽ ചിലർ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയായത് ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷയും നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ NCPS സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതെയുമായ PC ചാക്കോ ഇനിയെങ്കിലും വിശ്രമ ജീവിതം നയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കാലത്തും അധികാരത്തിൽ തുടരണമെന്ന് ഒരാൾ വാശി പിടിച്ചാൽ അതെങ്ങനെയാണ് സാധ്യമാകുക? യാതൊരു ആശയദൃഢതയും ഇല്ലാതെ അധികാരത്തിന് പിന്നാലെ മാത്രം അലയുന്നവർക്ക് ചാക്കോയ്ക്കുണ്ടായ അനുഭവം ഒരു ഓർമ്മപ്പെടുത്തലാണ്. 2 വർഷം മുൻപ് ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടപ്പോൾ ചെയ്തിരുന്നുവെങ്കിൽ ഇത്ര മോശം സാഹചര്യത്തിൽ ചാക്കോയ്ക്ക് പടിയിറങ്ങേണ്ടി വരില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ഗോൺ ഡൗൺ, വളരെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന്. കാരണം ആക്ച്വലി ഡീംഡ് യൂണിവേഴ്സിറ്റി ഫെസിലിറ്റിക്ക് 40 ഏക്കർ വേണം UGCയുടെ നിയമപ്രകാരം. 4 ഡിപ്പാർട്ട്മെന്റുകൾ വ്യത്യസ്തമായിട്ട് 4 കോളേജുകൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഡീംഡ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോ ഇവിടെ 40 ഏക്കർ വേണ്ട, 10 ഏക്കർ മതി. പക്ഷേ 25 കോടി ഡെപ്പോസിറ്റ് കൊടുക്കണം. അതിന് കണ്ടീഷൻ ഉണ്ട്. 25 കോടി ഡെപ്പോസിറ്റും അതേപോലെ തന്നെ 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് വേണം. അതിന് 50% അക്കാഡമിക് സൈഡിൽ, 50% അല്ലാത്ത മറ്റുള്ള അഡ്മിനിസ്ട്രേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും റിസർച്ചിനും എല്ലാമായിട്ട്. അപ്പോ ഈ 25 എനിക്ക് ഉറപ്പുണ്ട്, അന്ന് 84 എഞ്ചിനീയറിംഗ് കോളേജ് ഒറ്റയിൽ വന്നെങ്കിൽ പിന്നീട് 200 വന്നെങ്കിൽ 100 യൂണിവേഴ്സിറ്റികൾ ഇവിടെ അപ്ലിക്കേഷൻ നടത്തി വരുന്നൊരു സംശയം വേണ്ട. വന്യജീവികളുടെ അക്രമം മൂലം ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ പണം അനുവദിക്കുക മാത്രമാണ് സർക്കാർ ആകെ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു പരിഹാര പദ്ധതികളൊന്നും തന്നെ ഈ സർക്കാർ നടപ്പാക്കുന്നില്ല. എല്ലാ സംഭവങ്ങളെയും തീർത്തും ലാഘവത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് വനം വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ പകുതി വില തട്ടിപ്പ് സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഇതിന് നേതൃത്വം നൽകിയവർക്ക് 3 മുന്നണികളിലെയും രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധങ്ങൾ ഓരോ ദിവസം പുറത്തുവരികയാണ്. ഈ കേസിൽ വേണ്ടത് ജുഡീഷ്യൽ അന്വേഷണമാണ്. ബാക്കി ഇടപാടുകൾ ഉണ്ടാകാതെ കൃത്യമായ അന്വേഷണം നൽകേണ്ടതുണ്ട്. പണം തിരികെ കൊടുത്തുകൊണ്ട് പരാതികൾ ഇല്ലാതാകുന്നില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ NCP ശേഖരിച്ചു വരികയാണെന്നും നിയമ പോരാട്ടത്തിനടക്കം പരാതിക്കാർക്കൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.